മുൻ അമീറായ KC അബ്ദുള്ള മൗലവി തന്നെ ഞങ്ങൾ പിന്നെ സെക്യുലറിസം പറയുന്നത്, ഡെമോക്രസി പറയുന്നത്, പാർട്ടി ഉണ്ടാക്കുന്നത് അതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്, നമുക്കിവിടെ ജീവിക്കേണ്ട ഇപ്പം ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു അസിസ്റ്റന്റ് അമീറായ VT അബ്ദുള്ള കോയത്തങ്ങൾ, അദ്ദേഹം നമ്മുടെ ഈ കളികളൊക്കെ ഒരു ടാക്ടിക്സ് ആണ്, നമ്മുടെ പദ്ധതി 5 എണ്ണമാണ്, അതിൽ 2 എണ്ണം വിജയകരമായി നമ്മൾ പൂർത്തീകരിക്കുന്നു, നമ്മൾ ഇനി ഇത്തിലാക്കിലേക്ക് മുസ്ലിം ആവുക, മുസ്ലിം അല്ലാതാവുക എന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ പൊസിഷനാണ് ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്നത്. RSSൻ്റെത് അങ്ങനെയല്ല. ഇതിനർത്ഥം ഇത് അപകടകരമാണോ അപകടകരമേ അല്ലേ എന്നതല്ല പറഞ്ഞത്. ഇത് താത്വികമായിട്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു ജമാഅത്ത് പ്രൊജക്റ്റ് എന്നല്ല. കോൺഗ്രസ് ഗൗരവത്തിൽ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു VD സതീശൻ പ്രൊജക്റ്റ് കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ ആര് മുഖ്യമന്ത്രിയാകണം, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോൺഗ്രസിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. ഈ രമേശ് ചെന്നിത്തലയെ ഒരു കാലത്ത് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ വിളിച്ചിരുന്നത് സംഗീത്തല എന്നുകൂടിയാണ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത്. അപ്പോൾ അതേ സമയത്ത് മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രികാലത്ത് എങ്ങനെയായിരുന്നു VD സതീശൻ പ്രതികരിച്ചത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? ശക്തമായ മുസ്ലിം ലീഗ് വിരുദ്ധമായ, മുസ്ലിം വിരുദ്ധമായ, മലബാർ വിരുദ്ധമായ പലതും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ആ സംഘടനകൾ മാത്രമല്ല, കോൺഗ്രസിനെ അവർ ആദർശവൽക്കരിക്കും, മുസ്ലിം ലീഗിനെ അവർ ആദർശവൽക്കരിക്കും, CPM-നെയും ആദർശവൽക്കരിക്കാനുള്ള പദ്ധതി ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ MLA-മാരുടെ പിന്തുണ VD സതീശന് വേണമെന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ മലബാറിൽ നിന്നുള്ള ഒരു KPCC സെക്രട്ടറിയെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു, വിസിബിലിറ്റി കൊടുത്ത് മലബാറിൽ നിന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അദ്ദേഹത്തിലൂടെ കോൺഗ്രസുമായിട്ട് ഡീലുകൾ നടത്തുന്നു. പക്ഷെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം, SNDP ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണോ? അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ഉച്ചാടനം ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണോ? ഈഴവ രാഷ്ട്രം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണോ? അപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമോ ആ മൂവ്മെന്റോ ഒന്നും ആ ലക്ഷ്യത്തിലുള്ളതല്ല. അതിലുള്ള ഒരു വ്യക്തി എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നു എന്നതിനെ ആ നിലക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഏറ്റവും പുതിയ കാലത്ത് മുസ്ലിം രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന ജവാദ് മുസ്തഫവിയാണ് നമ്മുടെ ഒപ്പമുള്ളത്. സ്വാഗതം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് മതരാഷ്ട്രവാദം ഇല്ല എന്നും അദ്ദേഹത്തിന് ഉറപ്പ് നൽകി എന്നുള്ളതുമാണ്. എത്രത്തോളം അതിൽ ശരിയുണ്ടാവാൻ സാധ്യതയുണ്ട്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന തന്നെ സ്ഥാപിക്കപ്പെട്ടത് ഹുക്കൂമത്തെ ഇലാഹി എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അഥവാ മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ ലക്ഷ്യം തന്നെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് 5 പദ്ധതികളുള്ളത്. ഒന്ന് ഇസ്ലാഹ്, ദഅവത്ത്, രണ്ടാമത്തത് ഇസ്ലാഹ്, മൂന്നാമത്തത് ഇത്ലാഖ്. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2ഉം അവരുടെ ആദർശ പ്രബോധനവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് ഇത്ലാഖ്. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ദൈവേതര വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക. നാലാമത്തത് ഇമാറത്ത്, എന്നിട്ട് അവരുടെ ഭരണം ഏറ്റെടുക്കുക. 5ാമത്തത് ഹുക്കുമാണ്, അഥവാ അവിടെ പകരം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശരീഅത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയെ നടപ്പിലാക്കുക. ഈ 5 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീറായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നു. മുൻ അമീറായ KC അബ്ദുള്ള മൗലവി തന്നെ ഞങ്ങൾ പിന്നെ സെക്യുലറിസം പറയുന്നത്, ഡെമോക്രസി പറയുന്നത്, പാർട്ടി ഉണ്ടാക്കുന്നത് അതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്, നമുക്കിവിടെ ജീവിക്കേണ്ട ഇപ്പം ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു അസിസ്റ്റന്റ് അമീറായ VT അബ്ദുള്ള കോയത്തങ്ങൾ, അദ്ദേഹം നമ്മുടെ ഈ കളികളൊക്കെ ഒരു ടാക്ടിക്സ് ആണ്, നമ്മുടെ പദ്ധതി 5 എണ്ണമാണ്, അതിൽ 2 എണ്ണം വിജയകരമായി നമ്മൾ പൂർത്തീകരിക്കുന്നു, നമ്മൾ ഇനി ഇത്തിലാക്കിലേക്ക്, ദൈവേതര വ്യവസ്ഥയിൽ നിന്നുള്ള മോചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ജമാഅത്തുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതിനിടയിൽ VD സതീശൻ വന്ന് ജമാഅത്ത് അത് ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇതൊരു തിയോളജിക്കൽ പ്രശ്നമാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ അഖീദ മുൻകാലങ്ങളിൽ തന്നെ ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ, 4ാമത്തെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത് ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ നേതാവാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഈ ഖവാരിജുകളുടെ ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു ഹുക്കുമിനൊക്കെയുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് ഹാക്കിമിയത്തിന് അധികാരമുള്ളത് എന്ന വാദം മുന്നോട്ട് വെക്കുന്നത് ഖവാരിജുകളാണ്. ഈ ഖവാരിജ് മുസ്ലിം ലോകം ഒന്നടങ്കം തള്ളിയ ഒരു ടീമാണ് ഖവാരിജ് എന്ന് പറയുന്നത്. ഖവാരിജുകളുടെ അതേ വാദം മറ്റൊരു തരത്തിൽ വികസിപ്പിക്കുകയാണ് പിൽക്കാലത്ത് അബുൽ അല മൗദൂദ് ചെയ്യുന്നത്.
ഇപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസം രണ്ട് ധാരകളാണ്, അശ്അരി, മാതുരീദി. ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണ് തിയോളജിയിൽ മുസ്ലിങ്ങൾക്കുള്ളത്. ഈ രണ്ട് ഇമാമിയങ്ങളും തള്ളിയ ഒരു വാദമാണ് പിൽക്കാലത്ത് മൗദൂദി കൊണ്ടുവരുന്നത്. മുസ്ലിം ലോകം ഒന്നടങ്കം അതിനെ നിരാകരിച്ച അഖീദ സംബന്ധമായ അഥവാ മുസ്ലിങ്ങളുടെ തിയോളജി സംബന്ധമായ, മീൻസ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ, പൂർണ്ണ വിശ്വാസിയാകണമെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആവശ്യമാണ്, സ്റ്റേറ്റ് കൂടി സ്ഥാപിക്കണം, എന്നാൽ മാത്രമേ വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ പ്രശ്നമാണ്. വിശ്വാസം പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജമാഅത്ത് ഇസ്ലാമി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തിയോളജിയിൽ നിന്ന് പിന്മാറി എന്ന് പറയാനുള്ള എന്ത് റിസോഴ്സാണ് വി ഡി സതീശനുള്ളത്? അപ്പോൾ തിയോളജിക്കൽ ഡിബേറ്റിൽ വി ഡി സതീശൻ ഇടപെടാൻ തന്നെ പാടില്ലായിരുന്നു. അദ്ദേഹം എന്തർത്ഥത്തിലാണ് അത്തരം ഒരേ സമയം അസിസ്റ്റന്റ് അമീറുമാരും ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അമീറുമാരും എല്ലാവരും അതിന് അടിവരയിട്ട് വീണ്ടും വീണ്ടും പ്രസ്താവന നടത്തുമ്പോഴും വി ഡി സതീശൻ വന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരം ഒരു വിശ്വാസപരമായ പദ്ധതികളില്ല എന്ന് പറയുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട്. കൃത്യമായിട്ടും വി ഡി സതീശന് പറയുന്നത് അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന വാദം ഇന്നില്ല, ആ മുന്നേ ഉണ്ടായിരുന്ന വാദം സ്വാഭാവികമായിട്ടും തെറ്റാണ് എന്ന് വി ഡി സതീശൻ അടക്കം പറയുന്നു. എന്നാൽ ഞങ്ങളുടെ മുന്നേയുള്ള വാദം ഇപ്പോഴുള്ള വാദത്തിനെ പറ്റിയൊന്നും ജമാഅത്ത് ഇസ്ലാമി ഒന്നും സംസാരിക്കുന്നില്ല. അവരെന്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ മൗനത്തിൽ പോകുന്നത്? ഇതില് ഒന്ന് ഈ മുന്നേയുള്ള വാദം പിന്നെയുള്ള വാദം എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അങ്ങനെ വാദം ഇല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ലല്ലോ. പിന്നെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ആക്കുന്നത്? അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. അതിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ രൂപീകരണ ലക്ഷ്യം തന്നെ ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയുമാണ്. ഇത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനർത്ഥം ജമാഅത്തെ ഇസ്ലാമി നിലവിലില്ല, പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലത്തും കളിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ കൊണ്ട് പൊളിറ്റിക്കൽ ഗെയിം കളിപ്പിക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവർ മാറുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇരകളായി പലതരത്തിലുള്ള ആളുകൾ മാറുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരുപാട് കാലം ഇതര മുസ്ലിം സംഘടനകൾക്കെതിരെ, അവർക്ക് വിയോജിപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ അവർ സാംസ്കാരിക കൊട്ടേഷൻ സംഘങ്ങളെ തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു രീതിയാണത്. ഈ RSSുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വാദം കണ്ടിട്ടുണ്ടായിരുന്നു. RSSന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാണെന്നും എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരുമ്പോൾ അത് തിയോളജിക്കൽ ആണ് എന്നുള്ളതാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? താങ്കളൊന്ന് വിശദീകരിച്ച് നന്നായിരുന്നു. അത് കുറേ ആളുകൾ തെറ്റിദ്ധരിക്കുകയും അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചത് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടേത് തിയോളജിക്കലാണ്. അതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. പൂർണ്ണ മുസ്ലിം ആവണമെങ്കിൽ, ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ സ്റ്റേറ്റ് വേണം. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ഭരണവ്യവസ്ഥ, ജനാധിപത്യ ഭരണവ്യവസ്ഥ, ഇതിനൊക്കെ ഇത് താഗൂത്തി ഭരണകൂടമാണ്. അപ്പോൾ ഈ താഗൂത്തി ഭരണകൂടത്തെ അനുസരിച്ചാൽ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സമീപകാലം വരെയും സർക്കാർ ജോലികൾ പോലും അംഗീകരിച്ചിരുന്നില്ല. താഗൂത്തി ഭരണവ്യവസ്ഥയെ അംഗീകരിച്ചാൽ അത് ഹറാമ് എന്നല്ല, ഷിർക്കാണ് എന്നാണ് പറയുന്നത്. ഷിർക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ മുസ്ലിം ആവുക, മുസ്ലിം അല്ലാതാവുക എന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ പൊസിഷനാണ് ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്നത്. RSSൻ്റെത് അങ്ങനെയല്ല. ഇതിനർത്ഥം ഇത് അപകടകരമാണോ അപകടകരമേ അല്ലേ എന്നതല്ല പറഞ്ഞാൽ, ഇത് താത്വികമായിട്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിന് ഹിന്ദു ആവണമെങ്കിൽ ഹിന്ദു സ്റ്റേറ്റ് വരണം എന്നതല്ല അവരുടെ ആർഗ്യുമെൻ്റ്. മറിച്ച് അവരിപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്തും അവരുടെ ഹിന്ദു സമ്പൂർണ്ണമാണ്. ഇവിടെ ആര് വന്നാലും പോയാലും ഹിന്ദു എന്നത് സമ്പൂർണ്ണമാണ്, എല്ലാം ഹിന്ദുവാണ് എന്നതാണ് അവരുടെ ഒരു ഇത്. അതേസമയത്ത് അവിടെ മുസ്ലിം രാജ്യങ്ങളുണ്ട്, ഇവിടെ ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ ജന്മഭൂമിയാണ്, ചരിത്രഭൂമിയാണ്, ഇതിൻ്റെ അധികാരം ഞങ്ങൾക്ക് വേണം എന്ന ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിലൂടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയാൽ അവരുടെ സാമാജിക ശരീര സങ്കല്പം ഉൾപ്പെടെയുള്ള ഹൈന്ദവ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണമായിരിക്കാം അവർ സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷെ രാഷ്ട്രം വേണം എന്ന ആർഗ്യുമെൻ്റ് ഒന്ന് പൊളിറ്റിക്കലാണ്, മറ്റേത് അവരുടെ വിശ്വാസം യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ സ്റ്റേറ്റ് വേണം എന്ന തിയോളജിക്കൽ പൊസിഷനാണ്. ഇതാണ് അത് രണ്ടിൻ്റെയും വ്യത്യാസം.
ജമാഅത്ത് ഇസ്ലാമി UDF-മായി അടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മതേതര വോട്ടുകളിലുള്ള ധ്രുവീകരണവും ഇത് പറഞ്ഞ് BJP ഇവിടെ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൽ നമ്മളൊരിക്കലും ആര് മുതലെടുപ്പ് നടത്തും ആര് മുതലെടുപ്പ് നടത്തില്ല എന്ന ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിനെ മുൻനിർത്തിയുള്ള ജമാഅത്ത് വിമർശനമല്ല നമ്മൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് വിമർശനം എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായ കാലം മുതൽ ജമാഅത്തിന് അതിൻ്റെ തുടക്കം മുതൽ സമസ്ത വിമർശിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വലിയുപ്പ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ വിഭാഗം സുന്നി സംഘടനകളുടെയും പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാരിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസപരമായ പൊസിഷനുകൾ, ആചാരപരമായ രീതികൾ, അതിൻ്റെ സാംസ്കാരിക രൂപീകരണത്തിന് അടിത്തറയിട്ട ഒരാളാണ്. അദ്ദേഹം ശക്തമായി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ സ്റ്റാൻഡ് എടുത്ത ഒരാളായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ആർക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യും എന്നതല്ല. അതേ സമയത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ലുള്ള പാർട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് അവരിത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന മതേതരമായ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാലിനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളൊന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് താല്പര്യപ്പെടും എന്ന് പോലും ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതെൻ്റെ വ്യക്തിപരമായൊരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ജമാഅത്ത് പ്രൊജക്റ്റ് എന്നല്ല. കോൺഗ്രസ് ഗൗരവത്തിൽ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു VD സതീശൻ പ്രൊജക്റ്റ് കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ആര് മുഖ്യമന്ത്രിയാകണം, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോൺഗ്രസിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗത്തുള്ള KC വേണുഗോപാൽ, അദ്ദേഹം കണ്ണൂർക്കാരനാണ്, പിലാത്തറ പരിസരത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അപ്പോൾ അദ്ദേഹത്തിന് മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് മലബാറിനെയും മുസ്ലിങ്ങളെയും അവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ സാമൂഹിക സാംസ്കാരികമായ സ്വഭാവങ്ങളെയൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, അദ്ദേഹത്തിനും മുസ്ലിങ്ങളോട് ജീവിച്ച് പരിചയമുള്ള ഒരാളാണ്. അതിന് പുറമെ മുസ്ലിം നേതൃത്വവുമായിട്ടൊക്കെ ആഴത്തിലുള്ള ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ഈ രമേശ് ചെന്നിത്തലയെ ഒരു കാലത്ത് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ വിളിച്ചിരുന്നത് സംഗീത്തല എന്നുകൂടിയാണ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത്. അപ്പോൾ അതേ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി കാലത്ത് എങ്ങനെയായിരുന്നു VD സതീശൻ പ്രതികരിച്ചത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? ശക്തമായ മുസ്ലിം ലീഗ് വിരുദ്ധമായ, മുസ്ലിം വിരുദ്ധമായ, മലബാർ വിരുദ്ധമായ പലതും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആ കാലത്ത് VD സതീശൻ. അദ്ദേഹത്തിന് മലബാർ മുസ്ലിങ്ങളുമായി അത്ര ജീവിച്ച് പരിചയമില്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് പെട്ടെന്ന് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു മുസ്ലിം പ്രേമം വരുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ പോലും നമ്മൾ ചേർത്ത് പിടിക്കണം, അവസാനത്തെ മുസ്ലിമിനെ പോലും നമ്മൾ സെക്യുലർ പരിവേഷം കൊടുത്ത് മതരാഷ്ട്രവാദത്തെയൊക്കെ നമ്മൾ വെളുപ്പിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന താല്പര്യമൊക്കെ വരുന്നത് എന്തിൽ നിന്നാണ്? അത് ചില രാഷ്ട്രീയമായ നിഗൂഢമായ ചില താല്പര്യങ്ങളിൽ നിന്നുകൂടിയാണ്. അത് അദ്ദേഹം ആലോചിക്കുന്നതല്ല, മറിച്ച് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യിപ്പിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ സൈദ്ധാന്തികമായ പദ്ധതികളെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ വന്ന് 4 ആളുകൾ ഇതൊരു ജമാഅത്തിൻ്റെ സ്വാധീനമുള്ള സ്റ്റേറ്റ് ആക്കാം എന്നതൊന്നുമല്ല. അവർക്കതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റൻ്റ് അമീർ പ്രസംഗിച്ചത് നമ്മളിപ്പോൾ ആദർശവൽക്കരണത്തിലാണ് എന്നാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അനിവാര്യമായ ഒരു ആദർശവൽക്കരണം അവരല്ലാത്തവരിലും, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര മെമ്പർമാരുണ്ട്? 3000 ചില്ലാന മെമ്പർമാരേ ഉള്ളൂ എന്ന് ഈയിടെ സീതാബുദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ നിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നല്ല, മറിച്ച് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് അവരുടെ പദ്ധതി. ആ പദ്ധതിയിൽ നിന്ന് അവർക്ക് അതിൻ്റെ ലക്ഷ്യം മുസ്ലിം സംഘടനകൾ മാത്രമല്ല, കോൺഗ്രസിനെ അവർ ആദർശവൽക്കരിക്കും, മുസ്ലിം ലീഗിനെ അവർ ആദർശവൽക്കരിക്കും, CPM-നെയും ആദർശവൽക്കരിക്കാനുള്ള പദ്ധതി ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ MLA-മാരുടെ പിന്തുണ VD സതീശന് വേണമെന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടാകും. അപ്പോൾ മലബാറിൽ നിന്നുള്ളൊരു KPCC സെക്രട്ടറിയെ അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു, വിസിബിലിറ്റി കൊടുത്ത് മലബാറിൽ നിന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അദ്ദേഹത്തിലൂടെ കോൺഗ്രസുമായിട്ട് ഡീലുകൾ നടത്തുന്നു. അപ്പോൾ ഈവൻ ഇപ്പോൾ കേരളത്തിലൊരു പ്രമുഖ KPCC സെക്രട്ടറി, മലബാറിലൊരു KPCC സെക്രട്ടറി കോൺഗ്രസിൻ്റെ അകത്ത് പോലും ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്, ഇവിടുത്തെ മുസ്ലിം സാമുദായിക നേതാക്കന്മാർക്കൊന്നും വലിയ റോളുകൾ ഇന്ന് അനുയായികളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നതിലൊന്നുമില്ല, അതൊക്കെ മീഡിയ വണ്ണാണ് തീരുമാനിക്കുന്നത് എന്നൊരു തെറ്റായ പ്രൊപ്പഗണ്ട അദ്ദേഹം
കോൺഗ്രസിൻ്റെ അകത്ത് പോലും നടത്തുന്നുണ്ട്. അപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളെക്കുറിച്ചോ അവരുടെ ഇത്തരം രാഷ്ട്രീയമായ ബോധ്യങ്ങളെക്കുറിച്ചോ ഒന്നും ധാരണയില്ലാത്ത വി ഡി സതീശനെ പോലെ ആളുകൾ അത് വിശ്വസിച്ചുകൊണ്ട് ജമാഅത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ വിധേയമാകുന്നു. അത് കോൺഗ്രസ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട, പുനരാലോചന നടത്തേണ്ട ഒരു വിഷയമാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എങ്ങനെയാണ് അവരവരുടെ പ്രൊജക്റ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം പൊസിഷനുകൾ തിയോളജിക്കലാണ്. ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ തർക്കുൽ മുവാലാത്ത് എന്നൊരു പ്രമേയം കൊണ്ടുവന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുന്ന അഭിവാദ്യം, സലാം പോലും പറയാൻ പാടില്ല, അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സാധാരണക്കാരായ ആളുകൾ നടത്താൻ പാടില്ല എന്നൊരു തർക്കുൽ മുവാലാത്ത്. കാരണം ഇവരുടെ ഈ സഹകരണം, സഹവാസം പോലും അവരുടെ വലിയ പദ്ധതിക്ക് അവർ ഉപയോഗിക്കുമെന്ന് ഈ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം അജണ്ടകളെ, ടാക്ടിക്സുകളെ, ഇപ്പോൾ അബ്ദുള്ള കോയ തന്നെ പറഞ്ഞല്ലോ, KC അബ്ദുള്ള മൗലവി, ഞങ്ങൾ തന്ത്രപരമായ ചില നീക്കങ്ങളിലാണ് ഇപ്പോൾ. ഞങ്ങളിപ്പോൾ സെക്യുലറിസം എന്നും ഡെമോക്രസി എന്നൊക്കെ പറയും, അതൊന്നും നിങ്ങൾ നോക്കണ്ട, അടിസ്ഥാനപരമായ ലക്ഷ്യം ഇത് തന്നെയാണ് എന്നവർ തുറന്നു പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തുകാരത്തെ തിരുത്താനൊന്നും പോകുന്നില്ല. ഇത് തിരുത്താൻ വരുന്നത് സതീശനും പിന്നെ ജമാഅത്തിന് ന്യായീകരിച്ചു കൊടുക്കുക എന്നതിനെ ഉപജീവന മാർഗമായി കാണുന്ന ചില സോഷ്യൽ ആക്ടിവിസ്റ്റുകളും സ്വയം പ്രഖ്യാപിത പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളൊക്കെയാണ്. സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ജമാഅത്ത് UDF ഐക്യത്തിനെ ഇരു സുന്നി സംഘടനകളും മുജാഹിദ് വിഭാഗവും എതിർക്കുന്നത്. ഇതൊന്നും UDF വിലക്കെടുക്കുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ സംസാരിക്കുന്നതൊന്നും വിലക്കെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും UDF? അതൊരു ഗൗരവമുള്ള, ഇപ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്, കേരളത്തിലെ പ്രമുഖ മുസ്ലിം മതസംഘടനയായ സമസ്ത കേരള കാന്തപുരം APO മുസ്ലിയാരുടെ കീഴിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പത്രമായ സിറാജിൽ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി അളമരം ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്രാൽ ലിംഘനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ഏകദേശം അതേ കാലത്ത് തന്നെയാണ് AP വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവായ മാളിയക്കൽ സുലൈമാൻ സഖാഫി ജമാഅത്തെ ഇസ്ലാമി വോട്ട് തേടുമ്പോൾ എന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. ഈ ലേഖനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF കൂട്ടുകെട്ടിനെ, UDFൻ്റെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുകയും വെളുപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൂടെ ചേർക്കുന്ന ഈ സമീപനത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങ് മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന 2 ലേഖനങ്ങളായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് അപ്പുറത്ത് നിന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടനയും അവരുടെ നേതാക്കന്മാർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള, സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള, മുസ്തഫ മുണ്ടുവാറെ പോലെയുള്ള, ഉമർ ഫൈസിയെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം ശക്തമായി അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ EK വിഭാഗത്തിൻ്റെ കുനിയ സമ്മേളനത്തിൽ പോലും അവർ പ്രമേയം വരെ പാസ്സാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാർക്കെതിരെ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പ്രൊപ്പഗണ്ടകളിൽ യുവാക്കൾ ആകർഷിക്കുകയും വഴിതെറ്റുകയും ചെയ്യുന്നു എന്ന് പോലും EK വിഭാഗം സമ്മേളനത്തിൻ്റെ പ്രമേയത്തിൽ പറയുകയുണ്ടായി. പല നേതാക്കളും അവിടെ വെച്ച് തുറന്ന് പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സംഘടനകൾ, മതസംഘടനകൾ, ഇനി അപ്പുറത്ത് നിന്ന് മുജാഹിദ് സംഘടനകൾ പോലും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മൈക്രോ മൈനോറിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളോട് നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്കൊരു ജമാഅത്ത് കൂട്ടുകാരനുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉണ്ടാവില്ല. അവരൊരു ജമാഅത്തുകാരനെ പരിചയപ്പെടുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഒരു ജമാഅത്തുകാരനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ള വലിയൊരു ശതമാനം വരുന്ന മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ ഇത്രയും ശക്തമായി അവരുടെ സമ്മേളനങ്ങളിൽ പ്രമേയം പാസ്സാക്കുന്നു, മുഖപത്രങ്ങളിൽ ലേഖനം എഴുതുന്നു. അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും ന്യായീകരിക്കാനും വെളുപ്പിക്കാനുമാണ് UDF മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സുന്നി സംഘടനകൾ അവർക്കെതിരെയുള്ളൊരു വെല്ലുവിളിയായി തന്നെയാണല്ലോ അതിനെ മനസ്സിലാക്കുക. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് UDFന് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ മികച്ച ഗുരുതരമായൊരു പ്രശ്നം UDF ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച അവരുടെ മതേതരമായൊരു സ്വഭാവത്തെ ഈ മൂവ്മെൻറ്റ് ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കക്ഷി തിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നാളെ അവർക്ക് RSSനെതിരെ സ്റ്റാൻഡ് എടുക്കാൻ കഴിയുക? UDFനെ അതിൻ്റെ മതേതര സ്വഭാവത്തെ ഇത് ദുർബലപ്പെടുത്തും.
മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാറുണ്ട്. അവരുടെ പത്രമായ ചന്ദ്രികയിൽ ഒരുപാട് ലേഖനങ്ങൾ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെയായിട്ട് വന്നിട്ടുണ്ട്. KM ഷാജി അടക്കം ജമാഅത്ത് ഇസ്ലാമിയെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ഈ VD സതീശൻ ഇത് പറഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ മൗനത്തിൽ പോവുകയാണ്. എന്താണ് ഇതിന് കാരണമായി താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജമാഅത്തിൻ്റെ അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ പറയുന്നൊരു കാര്യം, മുസ്ലിം ലീഗിനെ പോലും അവരെ ആദർശവൽക്കരിച്ചിരിക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ലീഗിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീഗ് സഹയാത്രികനായ മുസ്തഫ മുണ്ടുപാറ പറയുന്നതും മുസ്ലിം ലീഗിനെ ജമാഅത്ത് വിഴുങ്ങുന്നു എന്ന അപകടകരമായ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഗൗരവത്തിലെടുക്കേണ്ട ഒരു നിരീക്ഷണമാണത്. ഇപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തുന്നു, ദേശവിരുദ്ധ പ്രസ്ഥാനമാണ്, അതിനെ നിരോധിക്കുന്നതിനെക്കുറിച്ച് ഉത്തരവാദപ്പെട്ട സർക്കാരുകൾ നിയമ നടപടിക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് മനോരമയുടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കാണാം. പല സ്ഥലത്തും അദ്ദേഹം അത് പ്രസംഗിച്ചിട്ടുമുണ്ട്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സമാനമായ സ്റ്റാൻഡ് എടുത്തിരുന്നു. ചന്ദ്രികയിൽ ഒരു മാസത്തിലധികം CP സൈദലവിയുടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള ലേഖനങ്ങൾ വന്നിരുന്നു. ആ ലേഖനം ഒരു പുസ്തകമായി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KM ഷാജി ഒരുപാട് സ്ഥലത്ത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പം ലീഗുകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് നമ്മളോട്, ഈ ആകെയുള്ള 4-3 ആളുകൾ കൂടിയിട്ട് മതരാഷ്ട്രം ഉണ്ടാക്കും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ. അതിന് KM ഷാജി അക്കാലത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പദ്ധതി എന്നൊക്കെ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ കുറേ ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ ഒരു യുദ്ധം ചെയ്ത് കീഴടക്കുക, അങ്ങനെയൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് അതിലൊക്കെ വലിയ പദ്ധതികൾ, ഓരോന്നിലും ഓരോ രാജ്യത്തും ഏത് ലെവലിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. ഇപ്പോൾ പാകിസ്ഥാനിൽ 1977 സിയാഉൽ-ഹക്കിൻ്റെ നേതൃത്വത്തിൽ പട്ടാള അട്ടിമറി നടക്കുമ്പോൾ ജമാഅത്തിന് അബുൽ-അല മൗദൂദി അതിന് രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നുണ്ട്. പിന്നെ ജമാഅത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായ ചിലരൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പട്ടാള അട്ടിമറിയിലൂടെ പിടിച്ചെടുത്താൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഇഖാമത്തുദ്ദീനിൻ്റെ സ്ഥാപനത്തിന് സഹായിക്കാം എന്നെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തിൻ്റെ പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ സിയാഉൽ-ഹക്ക് ആണെങ്കിലും ഗാലറിയിലിരുന്ന് ഇതിൻ്റെ ഗുണഭോക്താവാകാൻ കാത്തിരിക്കുന്ന ഒരു അബുൽ-അല മൗദൂദിയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോൾ ലീഗ് ജമാഅത്തിനെതിരെ ഉയർത്തിയ CP സൈദലി മുതൽ KM ഷാജി മുതൽ ഈവൻ PK ഫിറോസ് പോലും, ഇപ്പോൾ ന്യായീകരിക്കുന്ന PK ഫിറോസ് പോലും സമീപകാലം വരെ ഉയർത്തിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഏതിൽ നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി മുക്തരായിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് വിശദീകരിക്കേണ്ടതുണ്ട്. CP സൈദലവിയുടെ ലേഖനത്തിൽ ഉന്നയിച്ച വിമർശനത്തിന് അദ്ദേഹം ഉപയോഗിച്ച ജമാഅത്തിൻ്റെ പല പുസ്തകങ്ങളും ഇപ്പോഴും ഇന്നുൾപ്പെടെ കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസാധനാലയത്തിൽ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. ആ പുസ്തകങ്ങളൊന്നും അവർ പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും VD സതീശനും മുസ്ലിം ലീഗൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വന്ന് മതരാഷ്ട്രവാദം ഞങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല എന്ന് പ്രസ്താവന നടത്തുന്നത്. അവരിപ്പോഴും അവരുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി നിൽക്കുന്നു. കാരണം അത് ഉപേക്ഷിച്ചാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ ഏകദൈവ വിശ്വാസം ഉപേക്ഷിച്ചാൽ മുസ്ലിങ്ങൾ ഉണ്ടാവുമോ? മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ ഏകദൈവം വിശ്വാസം ഉപേക്ഷിച്ച് അവരിപ്പോൾ ബഹുദൈവ വിശ്വാസത്തേക്ക് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ മുസ്ലിങ്ങളല്ല എന്നാണ്. ഇതുപോലെയാണ് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ആശയം ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു, എന്നിട്ട് അവർക്ക് ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളിലേക്ക് പോകാം. ഇതല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായി ഒരു സ്റ്റാൻഡും ഇല്ല. ഇപ്പോൾ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു സെൽഫി ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, അവർക്ക് ചിലപ്പോൾ ഖുതുബയുടെ ഭാഷയിലോ മറ്റൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അത് ജമാഅത്തിൻ്റേതല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഹുക്കൂമത്തെ ഇലാഹിയാണ്, ഇഖാമത്തുദ്ദീനാണ്. അതില്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് ബുദ്ധിജീവികളെ ജമാഅത്തെ ഇസ്ലാമി സ്വാധീനിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിൽ ആദർശവൽക്കരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ മാത്രമല്ല, അത് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ EK വിഭാഗത്തിലെ സുഹാബി, ഷജറ എന്നൊക്കെ അവർ ഉപയോഗിക്കുന്ന 2 ഗ്രൂപ്പായി, ലീഗ് അനുകൂല, ലീഗ് വിരുദ്ധ എന്ന് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന, അവരുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന 2 ടേം സുഹാബി, ഷജറ എന്നാണ്. ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുസ്ലിം ലീഗ് പ്രധാനമായും താല്പര്യം കാണിക്കുന്നത് എന്ന് നോക്കുമ്പോൾ തന്നെ ഇതിലൊക്കെയും ഒരു ഭാഗത്ത് നിന്ന് ജമാഅത്തിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഒരു ആദർശവൽക്കരണം മുസ്ലിം ലീഗിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മഹല്ലുകളിൽ
അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു പ്രശ്നം EK വിഭാഗമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ ലീഗിൻ്റെയും EK വിഭാഗത്തിൻ്റെയും ആധിപത്യത്തിൽ നടന്ന മഹല്ലുകളിൽ സംഭവിച്ചൊരു വലിയ മാറ്റം, ലീഗിൻ്റെ നേതൃത്വത്തിൽ EK വിഭാഗത്തിലെ ഈ ഷജറ ഗ്രൂപ്പിനെ ഔദ്യോഗിക പക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ഗ്രൂപ്പുകളൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഒരു പൊതു മഹല്ലായിട്ട് അതിനെ അവർ മാറ്റി എന്നതാണ്. ഇപ്പോൾ പല മഹല്ലുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാരവാഹികളും ബൈത്തു സക്കാത്ത് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ ചെയർമാനാക്കി ലീഗ് മാറ്റി, ലീഗിൻ്റെ മഹല്ലിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി സുന്നി മഹല്ലിൽ ഭാഗവാക്കാക്കിയതെല്ലാം കാണാം. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആദർശവൽക്കരണം ലീഗിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇത്രയും കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു എന്നും ഇപ്പോൾ UDFിലേക്ക് വരുമ്പോഴാണ് താങ്കളെ പോലെയുള്ളവർക്ക് പ്രശ്നം എന്നുള്ള വിമർശനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, നമ്മൾ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏത് കാലത്താണ്, വ്യക്തിപരമായി ഞാനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എല്ലാ കാലത്തും വിമർശനം ഉന്നയിച്ച ഒരാളാണ്. മാത്രമല്ല പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങളെ കാണാൻ പറ്റുള്ളൂ. സുന്നികൾ എല്ലാ കാലത്തും ഇപ്പോൾ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ജമാഅത്തിനെതിരെയുള്ള പുസ്തകങ്ങൾ പല കാലങ്ങളിലായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നിന്നും എല്ലാ കാലത്തും ഈ സമസ്ത രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ പ്രചരണം നടത്താനും ക്യാമ്പയിൻ നടത്താനൊക്കെയാണ്. എല്ലാ കാലത്തും ജമാഅത്തിനെതിരെയുള്ള എതിർപ്പ് അത് ഇപ്പോഴുള്ള ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിനെ മുൻനിർത്തിയല്ല. പിന്നെ നമ്മളത് ആർക്കെങ്കിലും ജമാഅത്ത് വോട്ട് കൊടുത്തോ വോട്ട് വാങ്ങിയോ എന്നതിലുമല്ല നമ്മൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്ന പ്രശ്നം. നമ്മുടെ ഒരു തിയോളജിക്കൽ സ്റ്റാൻഡിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന അഖീദ സംബന്ധമായ ഒരു ആർഗ്യുമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് VD സതീശൻ ജമാഅത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നതാണ്. അതിൻ്റെ റിസോഴ്സ് എന്താണ്? VD സതീശൻ എന്ത് റിസോഴ്സിൽ നിന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തിയോളജിക്കൽ ഡിബേറ്റിൽ ഇടപെട്ടുകൊണ്ട് ജമാഅത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നത് ഒരു സുന്നി എന്ന നിലക്ക്, ഒരു സുന്നി ഗവേഷക വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാനത് ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ്. ഇവിടുത്തെ സുന്നി വിശ്വാസികളെല്ലാം അതിനെ ഗൗരവത്തോടെ കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി CPM ജമാഅത്തിൻ്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിനൊക്കെ മറുപടി വരേണ്ട CPM, അതിന് മറുപടി വരേണ്ട ബാധ്യത എനിക്കില്ല. ഞങ്ങൾ സുന്നികൾ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ഡൂൾ ന്യൂസിൻ്റെ തന്നെ 2011 ന്യൂസ് കണ്ടു. ഹമീദ് വാണിയമ്പലം ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നോ വെൽഫെയർ പാർട്ടിയിൽ നിന്നോ മറ്റും രാജിവെച്ചതാണ് 2011. അദ്ദേഹം ആ രാജിക്കത്തിൽ പറയുന്നത് നമ്മളെല്ലാ കൊല്ലവും CPMന് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വോട്ട് കൊടുക്കും, എന്നിട്ട് CPM തിരിച്ച് നമ്മളെ വേട്ടയാടുന്നു. പിണറായി വിജയൻ നമ്മളെ മതരാഷ്ട്രവാദികളെന്നും ഭീകരവാദികളെന്നൊക്കെ ഇപ്പോഴും വിളിക്കുന്നു. കിനാലൂരിലെ പ്രശ്നങ്ങളും ഹിറാസ് സെൻറ്റർ റെയ്ഡും ഒക്കെ ഇപ്പോഴും ഇടതു ഭരണകൂടം നടത്തുന്നു. എന്നിട്ടും നമ്മൾ യാതൊരു ലജ്ജയും ഇല്ലാതെ CPMന് കൊണ്ടുപോയി വോട്ട് കൊടുക്കുന്നു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് ഹമീദ് വാണിയമ്പലം. അപ്പോൾ അവരാർക്കെങ്കിലും അങ്ങനെ വോട്ട് കൊടുത്തിട്ടുണ്ടോ, ആരെങ്കിലും വോട്ട് വാങ്ങിയിട്ടുണ്ടോ, അതൊക്കെ അവർ മറുപടി പറയേണ്ട കാര്യമാണ്. അതേസമയത്ത് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തിയോളജിക്കൽ പൊസിഷനുകളിൽ പോലും അവരെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരികയും ഇവിടെയുള്ള മുഖ്യധാര മുസ്ലിം സംഘടനകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുകയും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം തിയോളജിക്കൽ ഡിബേറ്റിൽ വരെ ജമാഅത്തിന് വേണ്ടിയിട്ട് ജമാഅത്തിൻ്റെ ദല്ലാളായി അവതരിക്കുകയും ചെയ്യുന്നത് ഇതിനു മുമ്പ് കേരളം കാണാത്തതാണ്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും സംസാരിക്കുന്നു. കേരളത്തിലെ പോലീസിനെതിരെ വലിയ രീതിയിൽ ആരോപണമുണ്ട്, RSS വൽക്കരണമുണ്ടെന്ന്. ഇതിനെയൊന്നും താങ്കൾ വിമർശിക്കുന്നില്ല എന്നുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിലേ ഒന്ന്, ഒരു സുന്നി ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ മുന്നിലുള്ള പ്രഥമ പരിഗണന എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമായ ഇത്തരം വിധ്വംസക ശക്തികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ മുന്നിലുള്ള പ്രഥമ പരിഗണന. രണ്ടാമത്തത് ജമാഅത്തിനെ വിമർശിക്കുന്നില്ല, വെള്ളാപ്പള്ളി വിമർശിക്കുന്നില്ല, RSSനെ വിമർശിക്കുന്നില്ല. ഇതൊക്കെ ഒരു തെറ്റായ പ്രചരണമാണ്. അതിൻ്റേതായ സ്ഥലങ്ങളിൽ അത്തരം വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമല്ല വെള്ളാപ്പള്ളിയുടേത്. അത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. വെള്ളാപ്പള്ളി എന്നൊരു വ്യക്തി അദ്ദേഹം എന്തെങ്കിലും അബദ്ധ പ്രസ്താവനകളോ വർഗീയ പ്രസ്താവനകളോ തെറ്റായ വാദങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരിക്കാം. പക്ഷെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം, SNDP ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണോ? അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ഉച്ചാടനം ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണോ? ഈഴവ രാഷ്ട്രം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണോ?
അപ്പോൾ അദ്ദേഹം നിലനിൽക്കുന്ന ആ പ്ലാറ്റ്ഫോമോ ആ മൂവ്മെൻറ്റോ ഒന്നും ആ ലക്ഷ്യത്തിലുള്ളതല്ല. അതിലുള്ള ഒരു വ്യക്തി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു എന്നതിനെ ആ നിലക്ക് കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ, അവരെത്ര വലിയ ചാരിറ്റികൾ നടത്തിയാലും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വം പോലും പലപ്പോഴും മനസ്സിലാക്കാത്തത്, അവർ വരിക നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ ഈ സ്വാധീനം. പലപ്പോഴും ഇവിടുത്തെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പല നേതാക്കളും ജമാഅത്തിൻ്റെ ഒരു ട്രാപ്പിൽ വീഴുന്നത് അവിടെയാണ്. ജമാഅത്തിന് പല സ്ഥലത്ത് ഈ അടുത്ത് തന്നെ ചില MLA-മാരൊക്കെ ജമാഅത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു, മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് വിവാദം ഉണ്ടായി. കാരണം ഇവർ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലല്ല, ഇവർ പിന്നെ കനിവ്, കരുണ എന്നൊക്കെ പറയുന്ന പല ചാരിറ്റി ഓർഗനൈസേഷനുകൾ ഉണ്ടാകും, സാംസ്കാരിക സംഘടനകൾ ഉണ്ടാകും. ഇപ്പോൾ കുറേ സാംസ്കാരിക പ്രവർത്തകരെ ജമാഅത്ത് അവരുടെ ഇതിലേക്ക് അടുപ്പിച്ചത് മാധ്യമത്തിലൂടെയും മറ്റു ചില സാംസ്കാരിക സാഹിത്യവേദികളിലൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ജമാഅത്തിന് ഇങ്ങനെയുള്ള കൃത്യമായ പദ്ധതികളുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടല്ല അവർ ഇതിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും സമീകരിക്കേണ്ട ഒന്നല്ല. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അത് വലിയൊരു സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ അതിനെ സമീകരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് തന്നെ ശരിയല്ല. താങ്കൾക്കെതിരെയുള്ള മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ നേരത്തെ സംസാരിച്ചു ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സലാം പറയരുത്, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്, അതെല്ലാം അവരുടെ ഒരു ടാർഗറ്റിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ളതിനെ പറ്റി താങ്കൾ പറഞ്ഞു. എന്നാൽ താങ്കളുടെ വിവാഹത്തിൽ മീഡിയ വണ്ണിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സി ദാവൂദ് പങ്കെടുക്കുന്നു. കൂടാതെ ജമാഅത്തെ ഇസ്ലാമി ഈ AP വിഭാഗത്തിൻ്റെ പരിപാടിയിലൊക്കെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ള ജമാഅത്ത് വിമർശനം അല്ലെങ്കിൽ ജമാഅത്തുകാർ വലിയ രീതിയിൽ താങ്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്തൊക്കെയാണ്? ഇപ്പോഴും ജമാഅത്തിനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മറുപടിയായിട്ട് നൽകുന്ന ഫോട്ടോകൾ എൻ്റെ വിവാഹ റിസപ്ഷനിൽ സീതാബുധ വന്നതും മറ്റേതൊക്കെയോ ജമാഅത്തുകാർ ഞാൻ ഡയറക്ടർ ബോർഡിലുള്ള കമ്പനികളിൽ വന്നതും ഇത്തരത്തിലുള്ള ഫോട്ടോകളാണ്. ഇതൊന്നും ഞാൻ ഉന്നയിക്കുന്ന ആർഗ്യുമെൻറ്റുകൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടിയല്ല. ഇപ്പോൾ എൻ്റെ നാട് തലശ്ശേരി ചുക്ലിയാണ്, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് എൻ്റെ വിവാഹ റിസപ്ഷൻ കോഴിക്കോട് വെച്ച് നടക്കുന്നത് എന്നുള്ളത്, ഞാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ആ നിലയ്ക്ക് കോഴിക്കോട് വെച്ച് ഞാൻ നടത്തിയ റിസപ്ഷനിൽ കോഴിക്കോട്ടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്, അതല്ലാതെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ഇങ്ങനെ പലരുണ്ട്. ഇനി ഞാൻ ഡയറക്ടർ ബോർഡിലുള്ള കമ്പനികളും പലതരത്തിലുള്ള ബന്ധങ്ങൾ അത്തരത്തിലുള്ള പലരുമായിട്ട് നടത്തുന്നുണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ നാളെ നിങ്ങളെ കൂടെയുള്ള ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മുജാഹിദാണോ ജമാഅത്താണോ ഇതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിലക്കല്ല നമ്മൾ ഇപ്പോൾ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജമാഅത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത്തരം ചോദ്യങ്ങളുടെ മുന്നിൽ അവർ പതറുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, അതാണ് അതിൽ ഏറ്റവും രസകരം. നമ്മളിപ്പോൾ ജമാഅത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ജമാഅത്തിൽ ആരുമില്ല, മറിച്ച് മറുപടി പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ്. അപ്പം അത് മറുപടിയാണെങ്കിൽ അതും ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, ഇത്തരം ചിത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വേഷങ്ങളൊക്കെ ചുവപ്പണിയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങൾ, ഇപ്പോൾ ഇവരുടെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട്, വളരെ രസകരമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ, നിങ്ങൾ തലപ്പാവിൻ്റെ വില കളയരുത്, രാഷ്ട്രീയം പറയുമ്പോൾ തലപ്പാവ് വെച്ച് വെക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. ഈ തലപ്പാവിന് എപ്പോഴാണ് വിലയുണ്ടായത്? അതൊരു ചോദ്യമാണല്ലോ. ഇപ്പോൾ മുമ്പ് പ്രധാനമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെയാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ 1970-കളിൽ ചന്ദ്രികയിലും മുസ്ലിം ലീഗ് പ്രസിദ്ധീകരണങ്ങളായിരുന്ന മാപ്പിള നാട്ടിലൊക്കെ ഉള്ള MI തങ്ങളും MC വടകരെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ വലിയ സൈദ്ധാന്തികർ ഉൾപ്പെടെ എഴുതിയ, അന്ന് വലിയ സൈദ്ധാന്തികർ ഇത്തരം പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയ ചില വാക്കുകളാണ് ഇന്ന് നമ്മുടെയൊക്കെ പോസ്റ്റുകളുടെ അടിയിൽ വന്നിട്ട് അണികൾ കമൻ്റ് ഇടുന്നത് എന്നതാണ് രസകരം. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അന്ന് ഇത്തരത്തിലുള്ള കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ സുന്നികളെ ബാധിക്കുന്ന, ഇത് സുന്നികളുടെ അക്കീദയുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത് ഷിർക്ക് തൗഹീദാണ്. മുസ്ലിം ആവുക, മുസ്ലിം അല്ലാതിരിക്കുക എന്നതിൽ സ്റ്റേറ്റിനെ മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ഒരു വിശ്വാസപരമായ ഒരു അടിസ്ഥാന ശാസ്ത്രമാണ് ജമാഅത്ത് ഇസ്ലാമി അവതരിപ്പിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ സുന്നികൾക്ക് എന്താണ് നിലപാട് എന്ന് EK അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് ഏത് രാഷ്ട്രീയ മുന്നണി, അത് ഇടതാവട്ടെ വലതാവട്ടെ, കൈകൊണ്ടാൽ എന്തായിരിക്കും സുന്നികളുടെ സ്റ്റാൻഡ് എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പത്രവാർത്തകൾ ഇന്നും മുസ്ലിം ലീഗിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ CHR ആർക്കൈവ്സിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മാപ്പിള നാട്ടിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കെതിരെ അന്ന് വന്നിരുന്നത് തലപ്പാവ് കെട്ടിയ മരത്തലയൻ, പിന്നെ കഴുത, സൂര്യപണ്ഡിതൻ്റെ വിവരം കെട്ട ഫത്വകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ ഈക്കയാകും, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങേയറ്റം കേട്ടാൽ അറക്കുന്ന, അതായത് ഈ തലപ്പാവ് അഴിച്ചു വെക്കൂ എന്നത് എന്നോടല്ല, അന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോട് പറഞ്ഞിരുന്ന അതേ പദങ്ങളാണ് ഇന്ന് ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മതവിദ്യാർത്ഥികൾക്ക്, മതപണ്ഡിതന്മാർക്ക്, മതപ്രവർത്തകർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറയാം. രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടരുത് എന്നത് പറയുന്നത് പോലെയല്ല. രാഷ്ട്രീയം എന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് സാധ്യമല്ലല്ലോ. രാഷ്ട്രീയം എന്തായാലും നമ്മളിൽ ഇടപെടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസങ്ങൾ, ഈ രാജ്യത്തിൻ്റെ സൗഹൃദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും ജാഗ്രതകളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. മുസ്ലിം സംഘടനകളിൽ പെട്ടതാണ് സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി. അപ്പം സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് ഇത്, അതിൽ ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള കോൺഗ്രസ്സുകാരുടെ വാദം എങ്ങനെ കാണുന്നു? അല്ല, കോൺഗ്രസ്സുകാർ അങ്ങനെയുള്ളൊരു ആർഗ്യുമെൻ്റ് അല്ല മുന്നിൽ വെക്കുന്നത്. അവരിടപെടുകയും ഞങ്ങൾക്കിടയിലുള്ള ഈ തിയോളജിക്കൽ ഡിബേറ്റിൽ ഇടപെട്ട് ജമാഅത്തിൻ്റെ വാദങ്ങൾ ക്ലിയർ ചെയ്യുകയും അതിനെ നമുക്ക് മുമ്പിൽ സംസാരിക്കാൻ വരുന്ന ആളുമായിട്ട് പ്രതിപക്ഷ നേതാവ് അവതരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഇതൊരു മതസംഘടനാ പ്രശ്നമല്ല. നമ്മൾ മതസംഘടനകളുടെ വിമർശനങ്ങളൊക്കെ മാറ്റിവെക്കൂ. കഴിഞ്ഞ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന, VD സതീശൻ MLA ആയിട്ടുണ്ടായിരുന്ന UDF ഗവൺമെൻറ്, അവർ 2014 ജനുവരി 18 ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മളല്ലല്ലോ, മതസംഘടനയല്ല, അതിൽ കാന്തൂരി APK മുസ്ലിയാർ, ജിഫ്രി തങ്ങളൊന്നും ഭാഗവാക്കാക്കല്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സമർപ്പിച്ച അഫിഡവിറ്റാണ്. അതിൽ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി ദേശദ്രോഹ സംഘടനയാണ്. അവരുടെ പുസ്തകങ്ങൾ അവർ പരിശോധിച്ചു. 14 പുസ്തകങ്ങൾ അപകടകരമാണ് എന്ന് കണ്ടെത്തി. ഈ 14 പുസ്തകങ്ങളും നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനുള്ള നിയമ നടപടികൾ അവർ ആരംഭിക്കുകയാണ് എന്ന അഫിഡവിറ്റിൽ കാണാം. ഈ 14 പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമി ദേശദ്രോഹ സംഘടനയാണ് എന്ന് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ VD സതീശന് ബാധ്യതയുണ്ട്, കോൺഗ്രസിന് ബാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ. ഇനി രമേശ് ചെന്നിത്തലയെ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവിന് അത്ര സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല, എനിക്കറിയില്ല. ഇവിടെയുള്ള നിങ്ങളുടെ മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ വെച്ച് അടുത്ത് നടത്തിയ പ്രസ്താവന എന്താ? ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ വേർഷനാണ് RSS. അപ്പോൾ RSS അപകടകരമാണല്ലോ, ബ്രദർഹുഡും അപകടകരമാണ്, ഇതാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു ബ്രദർഹുഡിൻ്റെ ഇന്ത്യയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അവരുടെ സോളിഡാരിറ്റിയുടെ സമരത്തിലൊക്കെ സയ്യിദ് കുത്തുബിൻ്റെയും ഹസനുൽ ബന്നയുടെയും ഒക്കെ പ്ലക്കാർഡ് അവരെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഈ അൽ ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അബ്ദുസലാം വാണിയമ്പൽ എഴുതിയ. അതിൽ പറയുന്നത് ഇന്ത്യയിലെ ബ്രദർഹുഡാണ് ജമാഅത്ത് ഇസ്ലാമി, ഈജിപ്തിലെ ജമാഅത്ത് ഇസ്ലാമിയാണ് ബ്രദർഹുഡ്. അതായത് ഞങ്ങൾ ഇരട്ടവറ്റ മക്കളാണ്, രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണെന്ന്. അപ്പോൾ RSSഉം ജമാഅത്ത് ഇസ്ലാമിയും സമമാണെന്ന് ആര് പറയുന്നു? രാഹുൽ ഗാന്ധി പറയുന്നു. ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് RSS എന്ന് പറയുമ്പോൾ, ബ്രദർഹുഡാണ് ഞങ്ങൾ എന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ, ജമാഅത്ത് ഇസ്ലാമി സമം RSS എന്നാണല്ലോ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. ഇതൊരു മതസംഘടനാ പ്രശ്നമല്ല. ഇനി ജവഹർലാൽ നെഹ്റുവിലേക്ക് എത്തുമ്പോൾ, ജവഹർലാൽ നെഹ്റു കൈലാസ്നാഥിനെ 953 സെപ്റ്റംബർ 15 അയച്ച കത്തിൽ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് അറ്റർലി ബിഗറ്റഡ്, അന്ധമായ മതഭ്രാന്തന്മാരാണ്, അവർ ദേശദ്രോഹ സംഘടനയാണ്, അവർ ഈജിപ്ത്, ഇന്തോനേഷ്യ പോലെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല മുസ്ലിം രാജ്യങ്ങളും ഇക്കൂട്ടരെ നിരോധിച്ചിട്ടുണ്ട്. മീൻസ് ജമാഅത്ത് ഇസ്ലാമി എന്നല്ല, സമാനമായ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഈ രാജ്യങ്ങളിലുമുണ്ട് എന്ന്, ബ്രദർഹുഡിനെയും മറ്റൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്. മുസ്ലിം പിന്നെ മലബാർ, ഹൈദരാബാദ്, ഡൽഹി,
മറ്റ് ചില രാജ്യങ്ങൾ, നാഗ്പൂർ, UP, ബീഹാർ, ഇങ്ങനെ കുറച്ച് പ്രവിശ്യകൾ എണ്ണിയിട്ട് ഇത്തരം സ്റ്റേറ്റുകളിൽ ഇവരുടെ സ്വാധീനമുണ്ട്. അവിടെയുള്ള സ്റ്റേറ്റ് ചീഫുകൾക്ക് ഇവരെ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. പറ്റുമെങ്കിൽ ഇവരുടെ 2 കമാൻഡർമാരെ, നേതാക്കന്മാരെ പിടിച്ച് തടവിലിടണം എന്നൊക്കെ കൈലാസ്നാഥിന് ജവഹർലാൽ നെഹ്റു കത്തയക്കുന്നുണ്ട്. 56 വീണ്ടും ജമാഅത്തിനെതിരെ ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണാനന്ദിന് കത്തയക്കുന്നുണ്ട്, നടപടികൾ കൈക്കൊള്ളണം, നിരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജവഹർലാൽ നെഹ്റു അന്ന് ജമാഅത്തിൽ കണ്ട കുഴപ്പങ്ങളൊന്നും ഇന്ന് ജമാഅത്തിലില്ലേ? അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഈ കണ്ട ഭീഷണിയൊക്കെ പറഞ്ഞ് ദേശദ്രോഹ സംഘടനയാണെന്ന് പറഞ്ഞ് കത്തയക്കുമ്പോൾ ജമാഅത്ത് ഇന്ത്യയിലെ വലിയ മെജോറിറ്റിയുള്ള ഈ രാജ്യം മുസ്ലിം രാഷ്ട്രമാക്കാൻ, മതരാഷ്ട്രമാക്കി മാറ്റാൻ മാത്രം ശേഷിയുള്ള ആൾബലവും സായുധ ബലവും ഒക്കെ ഉള്ള സംഘമായിരുന്നോ? ഇന്നാണോ? ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ മൈനോറിറ്റി ആയിട്ട് ചുരുങ്ങിപ്പോയൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അന്നും ഇങ്ങനെ തന്നെയല്ലേ? പിന്നെ അന്ന് എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഇത്രയും ശക്തമായ സ്റ്റാൻഡ് എടുത്തു? രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇത്രയും ശക്തമായ സ്റ്റാൻഡ് എടുത്തു? അതിലെന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് ജമാഅത്തിൽ നിന്ന് മുക്തമായിട്ടുണ്ട്? ഒന്നുമില്ല. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രതിസന്ധി മറികടന്നുകൊണ്ട് അധികാരത്തിലിരിക്കാൻ വേണ്ടി വർഗീയമായ ധ്രുവീകരണത്തിന് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടി ഈ നാടിനെ അപകടപ്പെടുത്തുന്ന ഒരു വർഗീയമായൊരു ധ്രുവീകരണത്തിലേക്ക് കോൺഗ്രസ് തയ്യാറാവുന്നു എന്നത് അപകടകരമാണ്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അത് തിരിച്ചറിയുകയും ഈ പദ്ധതിയെ തിരുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾക്ക് നമുക്ക് തന്ന സമയത്തിന് വളരെ നന്ദി. താങ്ക് യു.